രമേശ് ചെന്നിത്തലയ്ക്കെതിരെയുള്ള വികാരം കോൺഗ്രസിൽ ആളിക്കത്തുന്നു. കേരളത്തിലെ കോൺഗ്രസിന് ഇന്ന് ഈ കാണുന്ന അധപതിച്ച നിലയിലെത്തിച്ചത് രമേശ് ചെന്നിത്തലയുടെ കറുത്ത കൈകളാണെന്നാണ് സാധാരണക്കാരായ കോൺഗ്രസ്സുകാരുടെ ഒരു വികാരം. നമുക്കറിയാം, കെ കരുണാകരന്റെ ഇഷ്ടക്കാരനായി കോൺഗ്രസിൽ നിന്ന് കിട്ടാവുന്നതിൽ കൂടുതൽ വാങ്ങിയെടുത്ത നേതാവായിരുന്നു ചെന്നിത്തല. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയായി കരുണാകരൻ മന്ത്രിസഭയിലെത്തിയ ചെന്നിത്തല ഒടുവിൽ കരുണാകരനിട്ട് തന്നെ പണിഞ്ഞുവെന്ന് കാലം നമുക്ക് മനസ്സിലാക്കി തന്നു. ആ ദയനീയ കാഴ്ചയാണ് കേരള ജനത കണ്ടത്. ആരെയും വിശ്വാസമില്ല എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ മുഖമുദ്ര. അത് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കാൻ യാതൊരു എളുപ്പമില്ല. അതുകൊണ്ട് തന്നെ കൂടെ നിൽക്കുന്ന ആർക്കും ഇദ്ദേഹത്തെയും വിശ്വാസമില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. കെ കരുണാകരനും എ കെ ആന്റണിയും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഗ്രൂപ്പ് കളിച്ച് നടന്ന കാലത്ത് പോലും ഒരിക്കലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ പരസ്പരം അടിപ്പണി ചെയ്ത് കാലുവാരി തോൽപ്പിക്കില്ലായിരുന്നു. എന്നാൽ കരുണാകരന്റെ കാലശേഷം ഐ ഗ്രൂപ്പിന്റെ ലീഡറാണെന്ന ഭാവത്തിൽ ഭരണം ആരംഭിച്ച കരുണാകര ശിഷ്യൻ ചെന്നിത്തല എ ഗ്രൂപ്പിലെ സ്ഥാനാർത്ഥികളെ കാലുവാരുന്ന കാഴ്ചയായിരുന്നു 2011 തെരഞ്ഞെടുപ്പിൽ കേരളം കണ്ടത്. അങ്ങനെയാണ് 2011 നേരിയ ഭൂരിപക്ഷത്തിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി അധികാരം ഏൽക്കേണ്ടി വന്നതെന്നാണ് പ്രവർത്തകർ പറയുന്നത്. അന്നു മുതൽ ഉമ്മൻചാണ്ടിയെ വലിച്ചു താഴെയിട്ട് പകരം മുഖ്യമന്ത്രിയാകാനുള്ള നീക്കങ്ങളായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് ചെന്നിത്തല. അതെല്ലാം പരാജയപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് TP വധക്കേസ് ഉണ്ടാകുന്നത്. അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വളരെ കൃത്യമായി അന്വേഷണം നടത്തുകയും TP വധത്തിന് ഉത്തരവാദികളായ മുതിർന്ന നേതാക്കന്മാരുടെ അടുത്തേക്ക് അന്വേഷണം എത്തുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ആ സമയത്താണ് തിരുവഞ്ചൂരിനെ മാറ്റി ഇയാളെ ആഭ്യന്തരമന്ത്രിയാക്കുവാനുള്ള സമ്മർദ്ദം പല കോണുകളിൽ നിന്നുണ്ടായത്. ഇദ്ദേഹം KPCC പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് ആഭ്യന്തരമന്ത്രിയാവുകയും ചെയ്തു. യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ ആവശ്യത്തിന് ഉമ്മൻചാണ്ടി ഈ അന്തർധാര അറിയാതെ പെട്ടുപോവുകയായിരുന്നു ചെയ്തത്. സ്വന്തം കാര്യത്തിന് വേണ്ടി ആരുമായും കൂട്ടുകൂടുകയും ആരെയും ചതിക്കുകയും ചെയ്യുന്ന ചെന്നിത്തല അതിന് മുൻകൈയെടുത്തു, വാശി പിടിച്ച് സാധിച്ചെടുത്തു എന്നാണ് ഒരു മുതിർന്ന നേതാവ് പങ്കുവച്ചത്. ഇദ്ദേഹത്തെ ആഭ്യന്തരമന്ത്രിയാക്കണമെന്ന് ശക്തമായി വാദിച്ചിരുന്നവരിൽ ഒരാൾ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരായിരുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ NSSന്റെ മാത്രം ഇഷ്ടത്തിന് കിട്ടില്ലാത്തതുകൊണ്ട് തിരുവഞ്ചൂരിനെ മാറ്റാൻ NSS മുൻകൈ എടുത്തുവെന്നായിരുന്നു പൊതുവെയുള്ള ധാരണ. എന്നാൽ TP വധവുമായി ബന്ധപ്പെട്ട് ഉന്നതങ്ങളിലേക്ക് അന്വേഷണം പോകാതിരിക്കുവാൻ കോടിയേരി ബാലകൃഷ്ണൻ NSSൽ ശക്തമായ സ്വാധീനം ചെലുത്താൻ ശ്രമിച്ചതിന്റെ ബാക്കി പത്രമാണ് ചെന്നിത്തലയുടെ ആഭ്യന്തര മന്ത്രിസ്ഥാനമെന്നാണ് പാർട്ടിയിലെ ഭൂരിപക്ഷം പേരും അടക്കം പറഞ്ഞിരുന്നത്. ഏതായാലും സുകുമാരൻ നായർ അന്ന് ശക്തമായ സമ്മർദ്ദം ചെലുത്തിയത് കോടിയേരിയുടെ താല്പര്യപ്രകാരമാണെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് നടന്ന കാലഘട്ടം TP വധക്കേസിന്റെ അന്വേഷണം നടക്കുന്ന സമയമായതുകൊണ്ട് അങ്ങനെ ഒരു അപവാദ പ്രചാരണത്തിനും കൂടി സാഹചര്യമൊരുങ്ങി. ഏതായാലും കാര്യങ്ങളിൽ സത്യാവസ്ഥ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും TP വധക്കേസിന്റെ അന്വേഷണം വഴിയിൽ വെച്ച് അവസാനിച്ചത് ചെന്നിത്തലയുടെ രംഗപ്രവേശനത്തോടു കൂടിയാണെന്നുള്ളത് സത്യസന്ധമാണ്. അതുകൊണ്ട് തന്നെ KK രമ ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കുന്ന കാര്യത്തിൽ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. കെ കരുണാകരനെ തള്ളിപ്പറഞ്ഞ ചെന്നിത്തല പിന്നീട് സ്ഥാനത്തും അസ്ഥാനത്തും ഉമ്മൻചാണ്ടിയെ വലിച്ചു താഴെയിടാൻ ശ്രമിക്കുന്നതായിരുന്നു നമ്മൾ കണ്ടത്. സരിത കേസ് കെട്ടിച്ചമച്ചതും സരിതയ്ക്കെതിരെ മാവേലിക്കര കോടതിയിൽ ആദ്യത്തെ കേസ് ജന്മം കൊള്ളുന്നതും ചെന്നിത്തലയുടെ ആശീർവാദമായിരുന്നുവെന്ന് അന്ന് പറഞ്ഞു കേട്ടിരുന്നു. 2016 തെരഞ്ഞെടുപ്പിൽ തുടർഭരണ സാധ്യത ഉണ്ടായിരുന്നിട്ടും തുടർഭരണം ലഭിച്ചാൽ അത് ഉമ്മൻചാണ്ടിയിലേക്ക് പോകുമെന്നതുകൊണ്ട് തന്നെ ബോധപൂർവം ഇടതുമുന്നണിയുമായി ചേർന്ന് പാലം വലിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭരണം കൊണ്ടുപോയി കൊടുത്തതാണെന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം വിശ്വസിക്കുന്നത്. അങ്ങനെ വന്നാൽ തനിക്ക് പ്രതിപക്ഷ നേതാവാകാമെന്നും 2021 തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയാകാമെന്നുള്ളതുമായിരുന്നു മനസ്സിലിരിപ്പ്. 2016 ഭരണം കിട്ടിയതോടുകൂടി ഇടതുമുന്നണി ജനകീയ സർക്കാരായി മാറുകയും 21 തുടർഭരണം നേടിയെടുക്കുകയും ചെയ്തു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സഹായം ചെന്നിത്തലയ്ക്ക് കിട്ടുമെന്ന വിശ്വാസത്തിലാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ മുന്നണിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയത്. കെ മാണിക്കെതിരെ ബിജു രമേശ് ആരോപണം ഉന്നയിച്ചതും തുടർന്ന് യാതൊരു ആലോചനയുമില്ലാതെ ക്വിക്ക് വെരിഫിക്കേഷൻ പ്രഖ്യാപിച്ചതും അതിനുവേണ്ടി മാത്രം അമേരിക്കൻ യാത്ര പകുതിക്ക് വെച്ച് നിർത്തി തിരിച്ചെത്തിയതും കോൺഗ്രസ്സുകാരുടെ ഇടയിൽ വലിയ ചർച്ചയായിരുന്നു. ജനപിന്തുണയുണ്ടായിരുന്ന ജോസ് കെ മാണിയെ കളഞ്ഞിട്ട് നേതാക്കന്മാർ മാത്രമുള്ള ജോസഫിനെ കൂടെ നിർത്തിയത് കറക്കുന്ന പശുവിനെ വിറ്റിട്ട് ചവിട്ടുന്ന കാളയെ വാങ്ങിയതിന് തുല്യമായിരുന്നു. ഏതായാലും സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന ഒരു തത്വം മാത്രം അറിയാവുന്ന രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗം പ്രവർത്തകരും എതിരാണ്. മാത്രമല്ല, കഴിഞ്ഞ 5 വർഷക്കാലം ഇടതുമുന്നണിയുമായി മല്ലടിച്ച് മെച്ചമായ പ്രവർത്തനം കാഴ്ചവെച്ച VD സതീശന് മുഖ്യമന്ത്രിയാക്കാൻ സാധിച്ചില്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിൽ തുടരുന്നതിൽ വലിയ അർത്ഥമില്ലെന്നും കൂടി ഒരു വലിയ വിഭാഗം കോൺഗ്രസ്സുകാർ വിശ്വസിക്കുന്നു.